ദളപതി വിജയുടെ അവസാന ചിത്രവും CM വിജയുടെ ഫസ്റ്റ് ചിത്രവുമായ ജനനായകനിലെ ദളപതി വെട്രിക്കൊണ്ടാൻ എന്ന സോങ്ങിന്റെ വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടുനോക്കാം പാ. വെട്രിക്കാൻ. ഈ സീന് പീക്കായിരുന്നു കേട്ടാ. റെക്കോർഡ് തലപതി. ഓ രാവണ ആ ഒരു സെറ്റിംഗിൽ വരും. ഈ സീന് സൂപ്പർ ആയിരുന്നു കേട്ടാ തിയേറ്ററിൽ. ഫ്ലാഷ് ബാക്ക് സ്റ്റെൻഡ് അനിരുദ്ധ് കത്തിക്കൽ. ഓ ഇതോടെ മനസ്സിലായി ഏറേച്ചർ എന്തിനാണ് കൊടുത്തതെന്ന്. വേണ്ട സത്യം ഈ ഒരു പാർട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഫ്ലാഷ് ബാക്കിൽ വിജയ് ആ ഒരു ചെറിയ മീശ ഇങ്ങനെ പിരിച്ച് ആ ഒരു ലുക്കില് ആ ഒരു സമയം അതോടെ ഒരു വിളിയുമുണ്ട്, അതോടെ ഒരു BGM ഓട്ടി തളപതിയുടെ രാവണമോണ്ട BGM ഇട്ട് തിയേറ്റർ പീക്കായിരുന്നു. എല്ലാവർക്കും സാറ്റിസ്ഫൈ ആയ ഒരു സീനും കൂടെ ആയിരുന്നു. ഫ്ലാഷ് ബാക്ക് ഡേ എന്ത് ഫ്ലാഷ് ബാക്കിടാന്ന് വരെ സംസാരിച്ചു പോയി നമ്മള്. കിട്ടില്ല സീനായിരുന്നു. ആ ഫൈറ്റ് സീൻ ആയിരുന്നാലും ആ ഒരു എലവേഷന് തൊട്ട് മുമ്പേ ചെയ്ത ബിൽഡപ്പ് ആയിരുന്നാലും ശരി. മറ്റു നമ്മളെ ഈ കാത്താടി ക്ലബിന്റെ കോമഡിയിലൊക്കെ കണ്ടു കാണും. അവൻ സുടുതടിയിലെ കയ്യോടും ആ ഉണ്ട് സുമ്മാവിടും അതുമാതിരി ആ ഒരു കിട്ടും ബിൽഡപ്പ് സാധനം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു BGM, ആ ഒരു എലവേഷൻ, ആ ഒരു സീന്, വിജയുടെ ആ പെർഫോമൻസ് ആ ടൈമിൽ ആ സ്റ്റണ്ടൊക്കെ സൂപ്പർ ആയിരുന്നു. നടക്കിതാ. ഓ പറ്റി വിജയ് ഇത് ഇന്റർവെല്ലിന്റെ ഇതും കിട്ടില്ല ഫൈറ്റ് ആയിരുന്നു കേട്ടാ. ആ ഇന്റർവെല് സൂപ്പർ ആയിരുന്നു. ഇപ്പൊ ഇതാണ് സീനായത്. ഇതൊരു കിട്ടില്ല സീനായിട്ടാ. ക്ലൈമാക്സ്. ഓ ഇതിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആ ഫ്ലാഷ് ബാക്കിലുള്ള ഒരു ഫൈറ്റ് സീനാണ് കേട്ടാ. അത് കിട്ടില്ല ഫൈറ്റ് സീനായിരുന്നു. ആ തുടക്കത്തിൽ ആ ഒരു വില്ലന്റെ ടീമിലുള്ളവരുടെ ആ ഒരു ബിൽഡപ്പ്, അവൻ എന്താണെന്ന് പറയുക, ആ കാട്ടിൽ അങ്ങനെ ആയിരുന്നപ്പോ ഇങ്ങനെ ആയിരുന്നു, എത്ര 30 പേരെ കൊന്ന ആ ഒരു ചരിത്രം പറഞ്ഞതിന് ശേഷം അതോടെ ആ ഫ്ലാഷ് ബാക്കിൽ രാവണ മൗണ്ട എന്ന് പറയുമ്പോൾ വിജയ് ചാടി വരുന്ന ആ ഒരു സീന് പീക്കായിരുന്നു. ആ ഒരു സീന് തിയേറ്റർ എക്സ്പീരിയൻസ് ലിറ്ററലി ഹൈ ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം ആ ഒരു ഫ്ലാഷ് ബാക്ക് ആരും എക്സ്പെക്റ്റും ചെയ്തില്ലായിരുന്നു. കിടലൻ സീനായിരുന്നു. അത് വിജയുടെ എക്സ്പ്രഷൻ ആവട്ടെ, ഫൈറ്റ് ആവട്ടെ, അതിൻ്റെ കൂടെ ആ ഒരു എലവേഷൻ ആവട്ടെ, ആ ഒരു BGM ആവട്ടെ, എല്ലാം സൂപ്പർ ആയിരുന്നു. ആൻഡ് രണ്ടാമത് തളപതിയെ താനെ പാക്കുന്ന തളപതി വരുത് പാറന്ന് വരുമ്പോ തളപതി തീയും കൊണ്ടിങ്ങനെ നടന്ന് ആ ആന അതിന്റെ നടുക്ക TVക്ക് ആ ഒരു ഫ്ലാഗിന്റെ ചിഹ്നം എല്ലാം ബേസ് ചെയ്ത് ആ ഒരു ഷാഡോ, ഒരു ആന വരുന്നുടാ എന്നൊരു മാപ്പിൽ ആ ഒരു ലിറ്ററലി ആ ഒരു എൻട്രി കത്തിച്ച് ആ ഒരു തീയും കൊണ്ട് തളപതി നടന്നു വരുന്നതും ആ ഒരു ബാഗ് ഒരു ഹൈ ഷോട്ടും ഒക്കെ ആയിട്ട് കിട്ടില്ലനായിരുന്നു ആ ഒരു സീനുകൾ. പിന്നെ ആ ഇൻട്രോയില് ഫൈറ്റും ആ ഒരു തുടക്കത്തിൽ രാവണ മൗണ്ട എന്ന് പറയുമ്പോൾ ആ ഒരു കട്ട് ഹൊറിസോണ്ടലായിട്ടിരുന്ന വെർട്ടിക്കലാക്കി ഇങ്ങനെ ഒരു കട്ടില് വന്ന് ഇങ്ങനെയാവും. നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോ ഇങ്ങനെയല്ലേ വരുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോ ഇങ്ങനെയും മെജോറിറ്റി. അപ്പൊ അതുപോലെ ആ ഒരു കട്ടൊക്കെ ചെയ്ത് തളപതി വിജയ് ബൈക്കിലൊക്കെ വന്ന് ആ ഒരു രാവണമൗണ്ട അപ്പാന്ന് നനയെന്ന് പറഞ്ഞ അപ്പാന്ന് നനച്ചതിന് ശേഷം മമ്മിത അപ്പാന്ന് ഇങ്ങനെ നനച്ചതിന് ശേഷം ആ ഒരു സമയം ആ വന്ന് ലിറ്ററലി ആ ഒരു സീനൊക്കെ കിട്ടില്ലായിരുന്നു. ഗൂസ് ബംസ് ആയിരുന്നു. തിയേറ്ററിലും വൻ ഹൈ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫൈറ്റ്, പിന്നെ ആ ഒരു സാധനം എടുത്തിരിക്കുന്ന നാക്കിട്ട് വെച്ച് വരുന്ന ആ ഒരു രാവണമൗണ്ട ആ ഒരു ബ്ലഡ് ഷെഡ് സീന്. അതിന് ക്ലൈമാക്സിലും ഈ പാട്ടിന്റെ ക്ലൈമാക്സിലെ ഫൈറ്റ് ആണ്. മമിതയും തളപതി വിജയായിട്ട് ചേർന്നൊരു ഫൈറ്റ് അവിടെ ഉണ്ട്, വില്ലന്മാരോ ആ ഒരു ഫൈറ്റിലാണ്. അപ്പോൾ മമിതയുടെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക്
മമിത ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫൈറ്റ്. മൊത്തത്തില് 6 മാസം മുന്നേ റിലീസാകേണ്ട പടം 6 മാസം കഴിഞ്ഞ് റിലീസായി. HD പ്രിന്റ് ലീക്കായ പടം, എല്ലാവരും കണ്ട പടം, എന്നിട്ടും ഇങ്ങനെ കളക്ഷൻ കിട്ടുക, എന്നിട്ടും ഇത്രയും പേര് കാണാൻ പോവുക എന്നുള്ളതൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർഡമാണ്, ആ ഒരു ഫാൻ ബേസ് തന്നെയാണ്, ആ ഒരു സ്റ്റാർ പവർ തന്നെയാണ്. കാരണം മറ്റൊരു നടൻ അങ്ങനെ കിട്ടുമെന്നുള്ളത് സംശയമൊന്നല്ല, ഇല്ല. കാരണം ജനുവരി റിലീസ് ചെയ്യേണ്ട പടം ലീക്കായ പടം HD പ്രിന്റിൽ 1.5 കോടിയോളം പേരുകളെല്ലാം എല്ലാവരും കണ്ട് തീർന്ന ഒരു പടം, എന്നിട്ടും അപ്പോ അതില് ആ ഒരു ലീക്കായപ്പോഴും നെഗറ്റീവ് റിവ്യൂ ഡിസാസ്റ്ററും വന്ന പടം തിയേറ്ററിലേക്ക് എല്ലാവരും വീണ്ടും കാണാൻ വരിക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയൊന്നുമില്ല. അത് ഒരു നടനെയും കൊണ്ട് പുള്ള് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും അല്ല. അപ്പൊ അത്രയും വലിയൊരു സ്റ്റാർഡം, ഫാൻ ബേസ്, ബ്രാൻഡ് അദ്ദേഹത്തിനുണ്ട്. അതിൽ വേറെ സംശയങ്ങൾ ആർക്കും തന്നെ ഇല്ല. എന്നിട്ടും ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യുക, അത്ര പേര് കാണാൻ പോവുക, അത്ര ഈ ഒരിക്കലും ഇല്ലാത്ത എല്ലാവരും ആ ഒരു സിനിമയെ മാത്രം റിവ്യൂ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം അത്രയ്ക്ക് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനും നായകനും കൂടെയാണ് ദളപതി വിജയ്. പിന്നെ പുള്ളിയുടെ റെസ്പെക്ട്, പുള്ളിയുടെ ഒരു തീരുമാന പ്രകാരം പുള്ളി പൊളിറ്റിക്സിലേക്ക് പോയി. ഇപ്പൊ അവിടുത്തെ CM ആയി. ആൻഡ് CM ആയി ഇപ്പൊ 100 ദിവസവും കഴിഞ്ഞു. 100 ദിവസത്തിൽ വൻ വരവേൽപ്പാണ് തമിഴ്നാട്ടിൽ നിന്ന് പുള്ളിക്ക് കിട്ടുന്നത്. ഇനിയും നല്ലൊരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. മൊത്തത്തിൽ പുള്ളി ഇപ്പൊ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിൽ തകർക്കുകയാണ്. ഒരാൾക്കും പുള്ളിയുടെ അടുത്ത് എത്താൻ പറ്റാത്ത രീതിയിൽ ഉയരുകയാണ്. കാരണം ഇനിയിപ്പോ സിനിമയിലില്ല, അതിൽ സംശയമൊന്നുമില്ല. ഇനി സിനിമയെ പണ്ട് പുള്ളിയുടെ സിനിമയെ റിലീസ് ചെയ്യാൻ ആരും സമ്മതിച്ചില്ലായിരുന്നു. ഇപ്പൊ പുള്ളി തന്നെയാണ് എല്ലാവരുടെ സിനിമയെ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നത്. സൈൻ ചെയ്ത് കൊടുക്കും, ഇറങ്ങിക്കോ. അത്രയും ഉള്ള ഒരു ലെവലിൽ പുള്ളി വളർന്നു കഴിഞ്ഞു. അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സിനിമയിൽ ഇതുപോലത്തെ ഒരു ടൈറ്റിൽ കാർഡ് ഏത് നായകനാണ് കിട്ടുക? ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് തളപതി വിജയ്, ജോസഫ് വിജയ്. ആ ഒരു ടൈറ്റിൽ കാർഡ്, അത് മാത്രം മതി. അതിന് ലിയോയ്ക്ക് ശേഷം ആ ഒരു ടൈറ്റിൽ കാർഡിന് ശേഷം അതേ ട്രെൻഡ് പിടിക്കാതെ ആരുമില്ല. രജനിയും കമലഹാസനും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അജിത്ത്, സൂര്യ, ധനുഷ്, ചിമ്പു, വിശാൽ, എല്ലാവരുടെ പടത്തിലും ആ ഒരു മെത്തേഡിലുള്ള ആ ഒരു ടൈറ്റിൽ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ലിയോ പടത്തിന് ശേഷം. ഇപ്പൊ പിന്നെ ലാസ്റ്റ് 2026 ജനനായകനിലെ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ജോസഫ് വിജയ്, തളപതി വിജയ്. അതുപോലത്തെ ഒരു ടൈറ്റിൽ കാർഡൊന്നും ഇനി ആർക്കും വരാനും പോകുന്നില്ല, അങ്ങനെ വരുമെന്ന് സ്വപ്നവും കാണണ്ട. സോ തളപതി വെട്രിക്കൊണ്ട തീം മ്യൂസിക്കിന്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ആൻഡ് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഹൈപ്പ് ചെയ്തോ. അപ്പൊ ബൈ ബൈ ഗൈസ്. അപ്പൊ രാവണം അവണ്ട.